ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുപ്പി കണ്ടിട്ട് മനസ്സിലാവാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഫീസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബോട്ടിൽ കാലിയായിട്ടുള്ളതാണ്. ഇത് കൊണ്ടിട്ട് വേറെ ഒരു ഗുണവുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ അതെടുത്ത് പറയാം. ഞാൻ അതിൻ്റെ മുകളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവർ കളയാതെയാണ് ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ പകുതി വെച്ചിട്ട് ഞാൻ അതിനെ കീറി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായി ഞാൻ എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ചുരുട്ടി പിടിച്ച ഐറ്റം എന്ന് പറയുന്നത് അലുമിനിയം ഫോയിലാണ്. അപ്പോൾ ഇത് തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് പേപ്പറോ പത്രപ്പേപ്പറോ ഏത് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു ഗമയ്ക്ക് ഇതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മുടെ ആ ഒരു അടപ്പിൻ്റെ ടോപ്പ് പോർഷനിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ, ആരെയും നിർബന്ധിക്കുന്നില്ല, സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഈ കൂട്ടുകാർ നമ്മൾ നന്നായിട്ട് ആ ഒരു അലുമിനിയം ഫോയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ക്ലേ ആണ്. ഞാൻ കൂടുതൽ യൂസ് ആക്കിയിട്ടുള്ളത് 25 രൂപയുടെ നമ്മുടെ സാധാരണ പാക്കറ്റ് ക്ലേ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ആ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു ക്ലേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ക്ലേ ആണ് മേടിച്ചത്. അപ്പോൾ ക്ലേ പണ്ടേ എനിക്ക് കാണുമ്പോൾ അതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു ലിമിറ്റേഷനാണ്. പക്ഷേ ഞാൻ ഇത്തവണ തീർക്കുന്നില്ല. നമുക്ക് ഇത് മാത്രമല്ല, വേറെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻപൊക്കെ ക്ലേക്ക് പകരം വാൾപുട്ടി യൂസ് ആക്കാറുണ്ട്. പിന്നെ വാൾപുട്ടി യൂസ് ആക്കുമ്പോൾ ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. വേറെ ഒന്നുമില്ല, അത് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കണം. അതിനെ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന പരുവത്തിനൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം പോകും. പിന്നെ പൈസയുടെ ഒരു ഇത് വെച്ച് പറയുമ്പോൾ നമുക്ക് വാൾപുട്ടിയായിരിക്കും ഏറ്റവും ഉചിതം. 40 രൂപയെ എങ്ങാണ്ടേ ഉള്ളൂ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ 150 രൂപ, 170 രൂപ, ചിലപ്പോൾ 200 രൂപ, അതിൽ കൂടുതലോട്ട് റേറ്റ് വരും കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് ആ ഒരു ക്ലേ അടച്ച് വെച്ചിട്ടുള്ളത്. കാറ്റ് മാക്സിമം കയറാതെ അതിനെ സൂക്ഷിച്ച് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് കാലം അത് സൂക്ഷിച്ച നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇതൊന്നും ആർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഇത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ക്ലേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പൗഡർ ഒന്ന് തൂറ്റി കൊടുക്കുന്നത്. അത് പൗഡർ ഇതുപോലെ ഒന്ന് തൂറ്റി കൊടുത്തിട്ട് നമ്മൾ ഏതൊരു ഷേപ്പിലാക്കുമോ അല്ലെങ്കിൽ അതിനെ പരത്തി എടുക്കുമോ, അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ ചപ്പാത്തി ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മാവ് ചെറുതായിട്ട് അതിനെ വിതറത്തില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു ക്ലേ കൊടുക്കുന്നതും. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തു വെച്ചാൽ ഒരു ബോട്ടിലിൻ്റെ മുകളിലോട്ട് ഈ ഒരു ക്ലേ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലല്ല, ആ ഒരു ഹെഡ് പോർഷനിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫെവിക്കോൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും. ക്ലേ എപ്പോൾ നിങ്ങൾ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്താലും മാക്സിമം ഫെവിക്കോൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്ക് ഞാൻ തിരുത്തിയിട്ടുണ്ട്. ആ ഒരു പ്ലാസ്റ്റിക് കവർ, അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ കീറിക്കളഞ്ഞു. ഇനി ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ച് എടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം എന്തിനാണെന്ന് നിറച്ചതെന്ന് വെച്ചാൽ നമ്മളിത് വച്ച് കൊടുക്കുമ്പോഴത്തേനും മുകളിൽ എന്തായാലും വെയിറ്റ് ഉണ്ട്, താഴോട്ട് ഇതിൽ ഒട്ടും വെയിറ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞ് കല്ലോ മണ്ണോ ഒക്കെ വാരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല. കുറച്ച് വെള്ളം ഇതിലൊഴിച്ചിട്ട് അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുത്തത് കൊണ്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് വയ്ക്കാം. അതുകൊണ്ടാണ് ഇതിലോട്ട് വെള്ളം നിറച്ചത് കേട്ടോ. അപ്പോൾ ഇത് എത്രയും നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി വീണ്ടും ക്ലേ ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ വീണ്ടും ക്ലേ ഒന്ന് ഇതുപോലെ നീട്ടി പരത്തുന്നുണ്ട്. പരത്തുന്നതല്ല, ഇതുപോലെ ഒന്ന് റോള് പോലെ ആക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റത്തിന് കൈ വേണം. അതാണ്. നമ്മൾ മുൻപും ക്ലേ യൂസ് ചെയ്തിട്ട്, ക്ലേ അല്ല വാൾപുട്ടി യൂസ് ചെയ്തിട്ടാണ് ഒരു ഡോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ മരുന്നിൻ്റെ ബോട്ടിലുണ്ടല്ലോ, കുഞ്ഞു കുട്ടിയൊക്കെ കിട്ടുന്ന പാരസെറ്റമോൾ ചെറിയൊരു ബോട്ടിൽ, അപ്പോൾ അതിലാണ് ഡോൾ ഉണ്ടാക്കിയത്. സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡോൾ ഉണ്ടാക്കി എടുക്കുന്നത്. പക്ഷേ അത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട്
ഏറ്റവും അടിപൊളി വർക്കെന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ കാണാൻ പറ്റുന്നവർ എന്തായാലും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇത് ക്ലേ യൂസ് ചെയ്തിട്ട് തന്നെ രണ്ടാമത്തെ കൈയും ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് എൻ്റെ തലയിൽ ഉദിച്ചു വന്നൊന്നുമല്ല കേട്ടോ. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയൊന്നുമല്ല, ഒരു ഹിന്ദി അല്ലെങ്കിൽ മഹാരാഷ്ട്ര അങ്ങനെ ഏത് വേണമെങ്കിൽ നമുക്ക് പറയാം, അവിടെയുള്ള ഒരു കുട്ടിയെയാണ് ചെയ്തെടുക്കുന്നത്. അതും നമ്മൾ വെറുതെ എന്തായാലും കളയുന്ന ബോട്ടിലാണ്. അത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്ലേ ഒക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഉണ്ട്. ക്ലേ നമ്മുടെ വീട്ടിലുള്ള മണ്ണ് വെച്ചിട്ട് ക്ലേ ചെയ്യുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ 25 രൂപയുടെ ക്ലേയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു ക്രാഫ്റ്റിന്. അങ്ങനെ മേടിക്കാൻ പറ്റുന്നവർ അത് മേടിച്ച് ക്രാഫ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഇത് നമ്മുടെ ക്ലേ വീണ്ടും ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പെൺകുട്ടിയുടെ തലയിൽ നെറ്റിച്ചുട്ടി പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലേ ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ അതെന്തേ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതേ ക്ലേ യൂസ് ചെയ്തിട്ട് തന്നെ ആ ഒരു കഴുത്തിൽ ആ ഒരു ചെറിയൊരു ബോർഡർ പോലെ ഇങ്ങനെ ചെയ്തു കൊടുത്തു. പിന്നെ 2 കണ്ണുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കണ്ണുകളല്ല, കണ്ണുകൾക്ക് പകരം കണ്ണാടികളാണ് ഞാൻ വച്ചു കൊടുത്തിട്ടുള്ളത്. 2 കണ്ണാടികളും വച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഞാനിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെ കമൻറ്റിൽ വരും അധികമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഇതുപോലെ 2 കണ്ണുകളൊക്കെ ഒന്ന് ഞാൻ വച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ കൂട്ടുകാരി ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പറ്റുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന 1-2 പേരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഫ്രണ്ട്സിനോ നിങ്ങളുടെ കസിൻസിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്ക് വേണോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ.
അപ്പോൾ ഇപ്പോൾ ഇതേ ഞാൻ ക്ലേ എടുത്തിട്ട് പരത്തി എടുക്കുന്നത് നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു ദുപ്പട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടത് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചെയ്ത ക്ലേയിൽ നീളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ബേക്കിൽ നിന്ന് തന്നെ കുറച്ച് ക്ലേ എടുത്ത് സൈഡിലൊക്കെ ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ക്ലേ എടുത്തതിന് ശേഷം ഒരു നീളത്തിൽ ദുപ്പട്ട ചെയ്തെടുക്കാൻ നിങ്ങൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ക്ലേ വെച്ചിട്ടുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി മൊത്തത്തിൽ വൈറ്റ് കളർ പെയിൻറ് വെച്ചിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് സ്പീഡ് കൂട്ടി ചെയ്യുന്നത് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു ഞാൻ ഗ്രീൻ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു പോർഷനിലൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് കളർ പെയിൻറ് ഇപ്പോഴത്തെ മഴയുടെയും വെയിലിൻ്റെയൊക്കെ കാര്യം അറിയാമല്ലോ, പെട്ടെന്ന് വെയിൽ വരും, ഓൺ ദ സ്പോട്ടിൽ മഴ വരും. അപ്പോൾ നമ്മുടെ ആ ഒരു വൈറ്റ് കളർ പെയിൻറ് ഉണങ്ങാനുള്ള സമയം അധികം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ഗ്രീന് കുറച്ചുകൂടെ ലൈറ്റായി കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഇനി അടുത്തതായിട്ട് ഞാൻ സ്കിൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു കൈയും ആ ഫേസും ഒക്കെ ഒന്ന് സ്കിൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഡോളിൻ്റെ കാലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേ കയ്യിൽ നന്നായിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ പോയിൻ്റ് ബ്രഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണാം. ഞാൻ എവിടെ പോയി പറ്റുന്ന കടകളിലൊക്കെ കയറി ചോദിച്ചിട്ടുണ്ട്, അവിടെയൊന്നും ഈ ഒരു ബ്രഷ് ഇല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഓൺലൈൻ വഴി കാണുമ്പോൾ ഓർഡർ ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ആ ഒരു ഹെയറിലും ആ ഒരു കണ്ണാടിയിലും ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഷോളിൽ ഇതുപോലെ റെഡ് കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് റെഡിയാക്കി അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പെയിൻ്റ് അടിക്കുക, ആ ഒരു ഫേസിലൊന്നും ആകാണ്ട് ശ്രദ്ധിച്ച് പെയിൻ്റ് അടിച്ചെടുക്കുക.
ഇനി ഞാൻ കണ്ണിൽ അടിച്ചു കൊടുത്തത് നമ്മുടെ മെറ്റാലിക് കളറാണ്, സിൽവർ കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതില്ലാത്തവർ ലൈറ്റായിട്ട് വൈറ്റ് കളറും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തതാണ്. പിന്നെ കയ്യിൽ വളയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുണ്ട് വരച്ചു കൊടുത്തു. നെറ്റിയിലെ നെറ്റിച്ചുട്ടിക്ക് ചെറിയ മോഡലൊക്കെ കൊടുത്തു. ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്തു. പിന്നെ ഡ്രസ്സ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. വെറും ഗ്രീൻ കളർ മാത്രമേ ഇപ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. പിന്നെ നമ്മുടെ അറിയാലോ ഒരു മഹാരാഷ്ട്ര അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ ഡ്രസ് കോഡ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, കളർഫുൾ ആയിരിക്കും, ഫുൾ പൂക്കളും അങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രസ് കോഡായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മളും ചെറിയ രീതിയിൽ ഡ്രസ് കോഡൊക്കെ കുറച്ചുകൂടെ അലങ്കാര പണികളൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ ഞാനൊരു ചുണ്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്. അധികം ക്ലേയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള 25 രൂപയുടെ ക്ലേയോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്ലേയോ അങ്ങനെ എന്തെങ്കിലും മതി, അല്ലെങ്കിൽ വാൾപൂട്ടിയായാലും മതി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കുഞ്ഞൻ കുപ്പികളൊക്കെ കിട്ടുവാണെങ്കിൽ കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.